ഹലോ ഗൈസ്, ഇപ്പോൾ റീൽസിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ കോഴിക്കോട് കടലുണ്ടിയുള്ള ബേർഡ് സാങ്ച്വറി. അവിടെ നിന്ന് മിനിറ്റുകൾ കൊണ്ട് എത്താൻ പറ്റുന്ന മറ്റൊരു സ്പോട്ടാണ് കടലുണ്ടി ബീച്ച്. അതെ ഗൈസ്, ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് കടലുണ്ടി ബീച്ചിലാണ്. അപ്പോൾ നമുക്കത് എക്സ്പ്ലോർ ചെയ്താലോ? വെൽക്കം ടു അവർ ചാനൽ മലബാർ ബസാർ. കടലുണ്ടി ബീച്ചിൽ എത്തുന്ന സമയം മുതൽ തന്നെ ഈ സ്ഥലത്തിന്റെ വ്യത്യാസം കാണാം. ഇവിടെ സാധാരണ കാണുന്ന തിരക്കേറിയ ബീച്ചുകളെ പോലെയല്ല, തുറന്നതും വൃത്തിയുള്ളതുമായ ഒരു കടൽ തീരമാണ്. അധികം കച്ചവടങ്ങൾ ഇല്ലാത്തതിനാൽ ഇവിടെ പ്രകൃതിയുടെ സ്വഭാവം അതുപോലെ തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇവിടെ ചിലവഴിക്കുന്ന സമയം മനസ്സിന് ഒരു ശാന്തത നൽകുന്ന അനുഭവമാകും. ഇവിടെ വരുന്നവർക്ക് ഒരു ഓട്ടപ്പാച്ചിലില്ലാതെ സമയം ചിലവഴിക്കാനാണ് ഇഷ്ടം. ചിലർ കടൽക്കരയിൽ നടക്കും, ചിലർ ഇരുന്ന് കാഴ്ചകൾ നോക്കും. കുട്ടികൾക്ക് സ്വൈര്യമായി കളിക്കാൻ പറ്റും. കുടുംബത്തോടൊപ്പം വന്നാലും കൂട്ടുകാരോടൊപ്പം വന്നാലും അല്ലെങ്കിൽ ഒറ്റയ്ക്കായാലും കടലുണ്ടി ബേർഡ് സാങ്ച്വറി തങ്ങൾക്ക് വേണ്ട പോലെ സമയം ചിലവഴിക്കാനുള്ള ഒരിടമാണിത്. ഇവിടെ ക്രൗഡ് ഉണ്ടെങ്കിലും അത് ഒരിക്കലും ബുദ്ധിമുട്ടായി തോന്നില്ല. കാറ്റിന്റെ സ്വാഭാവിക ശബ്ദവും മാത്രം കേൾക്കും. വാഹനങ്ങളുടെ ശബ്ദം പോലുള്ള ബുദ്ധിമുട്ടുകൾ കുറവായതിനാൽ ഇവിടെ ചിലവഴിക്കുന്ന സമയം മനസ്സിന് ഒരു വിശ്രമം പോലെ തോന്നും. വൈകുന്നേര സമയത്ത് ഈ സ്ഥലത്തിന്റെ ഭാവം അല്പം മാറും. സൂര്യൻ അസ്തമിക്കുമ്പോൾ ആകാശത്തിന്റെ നിറവും കടലിന്റെ കാഴ്ചയും പതുക്കെ മാറുന്നുണ്ട്. ആളുകൾ അധികം ശബ്ദമില്ലാതെ ആ കാഴ്ച ആസ്വദിക്കുന്നതായി കാണാം. അതിലൊരു തിരക്കുമില്ല, പ്രദർശനവുമില്ല. വളരെ ലളിതമായെങ്കിലും മനസ്സിൽ നിൽക്കുന്ന ഒരു അനുഭവം. ഈ ബീച്ചിന്റെ മറ്റൊരു പ്രത്യേകത ഇവിടെ ഓരോരുത്തർക്കും ലഭിക്കുന്ന അനുഭവം വ്യത്യസ്തമാണ് എന്നതാണ്. ചിലർക്കിത് ഒരു ശാന്തതയാകും, ചിലർക്കിത് ഒരു ചെറിയ വിശ്രമമാകും, ചിലർക്കിത് മറക്കാനാവാത്ത ഒരു ഓർമ്മയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം എല്ലാവർക്കും ഒരേ രീതിയിലല്ല, ഓരോരുത്തർക്കും തങ്ങളുടെ രീതിയിൽ അനുഭവിക്കാൻ പറ്റുന്ന ഒന്നാണ്. കടലുണ്ടിയിലെത്തിയാൽ ബേർഡ് സാങ്ച്വറി മാത്രം കണ്ടിട്ട് മടങ്ങാതെ ഈ ബീച്ചിലേക്കും കുറച്ച് സമയം മാറ്റിവെക്കുക. വലിയ ആഘോഷങ്ങളില്ലെങ്കിലും വിലപ്പെട്ടൊരു അനുഭവം ഇവിടെ ലഭിക്കും. ഒരിക്കൽ വന്നാൽ വീണ്ടും വരാൻ തോന്നുന്ന ഒരു ലളിതമായ പക്ഷേ മനസ്സിൽ നിൽക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ഗൈസ്, നമ്മളെ കടലുണ്ടി വരുന്നവരൊന്നും ഈ സ്പോട്ട് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. ഈ ബീച്ചിലേക്ക് പോകുന്ന എൻട്രൻസ് തന്നെ ഹംസക്കോയക്കാൻ്റെ ചായക്കട ഉണ്ട്. നല്ല ചായയും നല്ല കല്ലുമ്മക്കായും സമൂസയും കട്ട്ലേറ്റും ഒക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ അതും വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ, അടുത്ത സ്പോട്ട്.